ആർഎസ്എസും ബിജെപിയും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി വരികയാണ് എന്നും കുറുക്കൻ കോഴിയെ സംരക്ഷിച്ച ചരിത്രമില്ലെന്ന് ക്രൈസ്തവർക്ക് അറിയാമെന്നും മന്ത്രി എം.ബി. രാജേഷ്. പുള്ളിപ്പുലിയുടെ പുള്ളി എത്ര തേച്ചാലും മായ്ച്ചാലും പോകില്ല. ആർഎസ്എസിന്റെ വിചാരധാരയിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും ആണ് ശത്രുക്കൾ എന്നും രാജേഷ് പറഞ്ഞു. ആർഎസ്എസും ബിജെപിയും ഒക്കെ ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായിട്ട് രംഗത്ത് വരുമ്പോൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്കറിയാം കുറുക്കൻ ഒരിക്കലും കോഴിയെ സംരക്ഷിച്ച ചരിത്രമില്ല എന്ന്. അത് നന്നായിട്ടറിയാം. വിചാരധാരയാണല്ലോ ആർഎസ്എസിൻ്റെയും അമിത്ഷായുടെയും എല്ലാം പ്രാമാണികമായ ഗ്രന്ഥം. വിചാരധാരയിലെ 20-ാമത്തെ അധ്യായം ഇന്ത്യയുടെ ആന്തരിക ഭീഷണിയെക്കുറിച്ചാണ്, ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ആന്തരിക ഭീഷണിയെക്കുറിച്ചാണ്. ആ അധ്യായത്തിൻ്റെ തലക്കെട്ട് ക്രൈസ്തവർ എന്നതാണ്. 19-ാമത്തെ അധ്യായം ആന്തരിക ഭീഷണി 1 മുസ്ലിങ്ങൾ എന്നതാണ്. 20-ാമത്തെ അധ്യായം ആന്തരിക ഭീഷണി 2 ക്രിസ്ത്യാനികൾ എന്നതാണ്. 21-ാമത്തെ അധ്യായം ആന്തരിക ഭീഷണി 3 കമ്മ്യൂണിസ്റ്റുകാർ എന്നതാണ്. ഇതാണ് യാഥാർത്ഥ്യം. അത് വെള്ളപൂശാൻ ഗോൾവാൾക്കർ വിചാരധാരയിൽ എഴുതി വെച്ചത് വെള്ളപൂശാൻ ഇപ്പോൾ ആരെങ്കിലും ശ്രമിച്ചുകൊണ്ട് നടക്കുമെന്ന് വിചാരിക്കുന്നില്ല. പുള്ളിപ്പുള്ളിയുടെ പുള്ളി ഇവരാരും എത്ര വരച്ചാലും എത്ര തേച്ച് കഴുകിയാലും മാഞ്ഞു പോകില്ല എന്നത് ജനങ്ങൾക്കറിയാം, ന്യൂനപക്ഷങ്ങൾക്കറിയാം. രാജ്യത്തെ സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് ഇരകൾ ആകുന്നുവെന്ന പരാമർശത്തിൽ വിശദാംശങ്ങൾ തേടി ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ വിവരങ്ങൾ കൈമാറാമെന്ന് പോലീസിനെ അറിയിച്ച രാഹുൽ സാവകാശം തേടിയതായി പോലീസ് വ്യക്തമാക്കി. പോലീസ് നടപടി രാഷ്ട്രീയ വിരോധം തീർക്കാനെന്ന് കോൺഗ്രസ് വിമർശിച്ചു. വീടിന് പുറത്ത് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നടത്തിയ പരാമർശത്തിൽ വിശദാംശങ്ങൾ തേടിയാണ് ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയത്. ശ്രീനഗറിൽ നടന്ന സമാപന സമ്മേളനത്തിലായിരുന്നു രാജ്യത്തെ സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നുവെന്നും പീഡനത്തിനിരയായ പെൺകുട്ടിയുമായി സംസാരിച്ചെന്നും രാഹുൽ പ്രസംഗിച്ചത്. ഇരകളുടെ വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതിനു പിന്നാലെ രാവിലെ 10:30യോടെയാണ് പോലീസ് രാഹുലിന്റെ വസതിയിലെത്തിയത്. പോലീസ് എത്തിയതിനു പിന്നാലെ തുഗ്ലക് ലൈനിലെ രാഹുലിന്റെ വസതിക്ക് മുന്നിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, പാർട്ടി വക്താവ് പവൻ ഖേര തുടങ്ങിയ നേതാക്കൾ വസതിയിലെത്തി. നിരവധി പ്രവർത്തകരും പ്രതിഷേധവുമായി തടിച്ചുകൂടി. പോലീസിന്റേത് ഫാസിസ്റ്റ് നടപടിയെന്ന് ഗെഹ്ലോട്ട് വിമർശിച്ചു. इनका अहम और घमंड जो है चकनाचूर होगा. देश में डेमोक्रेसी कायम रहनी चाहिए, ये संकल्प पूरे देशवासियों का है. ये डेमोक्रेसी खत्म कर रहे हैं, ये फासिस्ट लोग हैं. चेहरा पहना हुआ लोकतंत्र का. आज जो हरकतें हो रही है, पत्रकार साहित्यकार लेकर सब जेलों बंद रहते हैं. ईडी, इनकम टैक्स, सीबीआई का दुरुपयोग हो रहा है. जुडिशरी पे इनका दबाव है. पूरा देश देख रहा है इनको. आज की हरकत तो मैं समझता हूँ बहुत गंभीर है. 2.5 മണിക്കൂർ കാത്തുനിന്നെങ്കിലും രാഹുലിൽ നിന്ന് വിവരങ്ങൾ തേടാൻ പോലീസിനായില്ല. രാഹുൽ ഗാന്ധിയെ കണ്ടെന്നും സാവകാശം ആവശ്യപ്പെട്ടതായും പോലീസ്. काफी लंबी उनकी यात्रा थी और वो काफी लोगों से मिले थे और उसको कंपाइल करने में उनको टाइम लगेगा और जैसे ही टाइम लगेगा और जैसे ही उनकी कंपाइल हो जाएगी वो हमें देंगे. और कितना समय बोला है? अभी उन्होंने हमें यही एश्योर किया है कि वो जल्दी से जल्दी देंगे. हो सकता है उसमें उनको टाइम लगे, तो जैसे ही इन्फॉर्मेशन आएगी हम अपनी कार्रवाई. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.